എഡ്യൂകെസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ലോകായുക്ത. ലോകായുക്തയാണ് സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഏത് ശാസ്ത്രജ്ഞൻ്റെ പേരിൽ നിന്നാണ് ഡെസിബൽ യൂണിറ്റിന് ആ പേര് വന്നത്? ഏത് ശാസ്ത്രജ്ഞൻ്റെ പേരിൽ നിന്നുമാണ് ഡെസിബൽ യൂണിറ്റിന് ആ പേര് വന്നത്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ. അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന ശാസ്ത്രജ്ഞൻ്റെ പേരിൽ നിന്നാണ് ഡെസിബൽ യൂണിറ്റിന് ആ പേര് വന്നത്. ശബ്ദത്തിൻ്റെ പ്രതിധ്വനി അളന്ന് സമുദ്രങ്ങളുടെയും മറ്റും ആഴം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ശബ്ദത്തിൻ്റെ പ്രതിധ്വനി അളന്ന് സമുദ്രങ്ങളുടെയും മറ്റും ആഴം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. സോണാർ എന്ന ഉപകരണമാണ് ശബ്ദത്തിൻ്റെ പ്രതിധ്വനി അളന്ന് സമുദ്രങ്ങളുടെയും മറ്റും ആഴം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ അറ്റോമിക മാസ് അറിയപ്പെടുന്നത്. ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ അറ്റോമിക മാസ് അറിയപ്പെടുന്നത് മോളിക്യുലാർ മാസ്. മോളിക്യുലാർ മാസ് എന്നാണ് ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ അറ്റോമിക മാസ് അറിയപ്പെടുന്നത്. റഫാൽ യുദ്ധവിമാനം പറത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ പൈലറ്റ്. റഫാൽ യുദ്ധവിമാനം പറത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ പൈലറ്റ് ശിവാംഗി സിംഗ്. ശിവാംഗി സിംഗ് ആണ് റഫാൽ യുദ്ധവിമാനം പറത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ പൈലറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ച അണക്കെട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ച അണക്കെട്ട് ബാണാസുര സാഗർ അണക്കെട്ട്. ബാണാസുര സാഗർ അണക്കെട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചത്. ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം എങ്ങനെ അറിയപ്പെടുന്നു? ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം എങ്ങനെ അറിയപ്പെടുന്നു? അവശിഷ്ടാധികാരം. ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം അവശിഷ്ടാധികാരം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വിദേശകാര്യ വക്താവായ ആദ്യ വനിത. ഇന്ത്യയുടെ വിദേശകാര്യ വക്താവായ ആദ്യ വനിത നിരുപമ റാവു. നിരുപമ റാവു ആണ് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവായ ആദ്യ വനിത. ലോക്സഭയിലെ ജനറൽ പർപ്പസ് കമ്മിറ്റിയുടെ തലവൻ ആര്? ലോക്സഭയിലെ ജനറൽ പർപ്പസ് കമ്മിറ്റിയുടെ തലവൻ സ്പീക്കർ. സ്പീക്കറാണ് ലോക്സഭയിലെ ജനറൽ പർപ്പസ് കമ്മിറ്റിയുടെ തലവൻ. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പൂർവഘട്ടം. പൂർവഘട്ടമാണ് ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായ മലയാളി. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായ മലയാളി സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായരാണ് 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായ മലയാളി. ആൻഡമാൻ ദ്വീപ സമൂഹത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയേത്? ആൻഡമാൻ ദ്വീപ സമൂഹത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് സാഡിൽ കൊടുമുടി. സാഡിൽ കൊടുമുടിയാണ് ആൻഡമാൻ ദ്വീപ സമൂഹത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളിയാണ് ബാരിസ്റ്റർ ജി പി പിള്ള. ബാരിസ്റ്റർ ജി പി പിള്ളയാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി. സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ. സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകനാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആണ് സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ. കേരള യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്. കേരള
യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യ പ്രസിഡൻ്റായിരുന്നത് MC ജോസഫ്. MC ജോസഫ് ആയിരുന്നു കേരള യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്. വൈദേശിക സഹായം കൂടാതെ അച്ചുകൂടം സ്ഥാപിച്ച ആദ്യ മലയാളി. വൈദേശിക സഹായം കൂടാതെ അച്ചുകൂടം സ്ഥാപിച്ച ആദ്യത്തെ മലയാളിയാണ് ചാവറയച്ചൻ. ചാവറയച്ചനാണ് വൈദേശിക സഹായം കൂടാതെ അച്ചുകൂടം സ്ഥാപിച്ച ആദ്യ മലയാളി. സിദ്ധാന്ത ശിരോമണി രചിച്ചതാര്? സിദ്ധാന്ത ശിരോമണി രചിച്ചത് ഭാസ്കരാചാര്യ. ഭാസ്കരാചാര്യയുടെ രചനയാണ് സിദ്ധാന്ത ശിരോമണി. കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത്? കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനായിരുന്നു കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത്. കൽക്കരിയുടെ രൂപപ്പെടലിൻ്റെ ആദ്യഘട്ടം. കൽക്കരിയുടെ രൂപപ്പെടലിൻ്റെ ആദ്യഘട്ടം പീറ്റ്. പീറ്റാണ് കൽക്കരിയുടെ രൂപപ്പെടലിൻ്റെ ആദ്യ ഘട്ടം. ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത. ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിതയാണ് സുഗതകുമാരി. സുഗതകുമാരിയാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത. ദേശീയഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്ന സമയം. ദേശീയഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്ന സമയം 20 സെക്കൻഡ്. 20 സെക്കൻഡാണ് ദേശീയഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്ന സമയം. ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന രേഖ. ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന രേഖ മക്മോഹൻ രേഖ. മക്മോഹൻ രേഖയാണ് ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന രേഖ. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കുന്നത് രാജ് നാരായൺ ബോസ്. രാജ് നാരായൺ ബോസിനെയാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. കരിമീനിനെ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിച്ച വർഷം. കരിമീനിനെ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിച്ച വർഷം 2010. 2010 കരിമീനിനെ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചത്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പ്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയമാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പ്. മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത്. മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്ന അവയവം. ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്ന അവയവം തൈറോയിഡ് ഗ്രന്ഥി. ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയെയാണ്. EMS നമ്പൂതിരിപ്പാടിൻ്റെ ജീവചരിത്രമായ അറിയപ്പെടാത്ത EMS രചിച്ചത്. EMS നമ്പൂതിരിപ്പാടിൻ്റെ ജീവചരിത്രമായ അറിയപ്പെടാത്ത EMS രചിച്ചത് അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്. അപ്പുക്കുട്ടൻ വള്ളിക്കുന്നാണ് EMS നമ്പൂതിരിപ്പാടിൻ്റെ ജീവചരിത്രമായ അറിയപ്പെടാത്ത EMS രചിച്ചത്. മനുഷ്യനിൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥ. മനുഷ്യനിൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥ അറിയപ്പെടുന്നത് ഡെക്സ്ട്രോകാർഡിയ. ഡെക്സ്ട്രോകാർഡിയ എന്ന പേരാണ് മനുഷ്യനിൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ DGP ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ DGP ആരായിരുന്നു? കാഞ്ചൻ ചൗധരി ഭട്ടാചാര്യ. കാഞ്ചൻ ചൗധരി ഭട്ടാചാര്യയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ DGP. പെട്രോളിയത്തിൽ നിന്ന് ആദ്യമായി മണ്ണെണ്ണ വേർതിരിച്ചെടുത്തത്. പെട്രോളിയത്തിൽ നിന്ന് ആദ്യമായി മണ്ണെണ്ണ വേർതിരിച്ചെടുത്തത് എബ്രഹാം ജസ്നർ. എബ്രഹാം ജസ്നർ ആയിരുന്നു പെട്രോളിയത്തിൽ നിന്ന് ആദ്യമായി മണ്ണെണ്ണ വേർതിരിച്ചെടുത്തത്. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആദ്യമായി ലഭിച്ചത്. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് NN കക്കാട്. NN കക്കാടിനായിരുന്നു ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആദ്യമായി ലഭിച്ചത്. വജ്രം ഏതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്? വജ്രം ഏതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്? കാർബൺ. വജ്രം കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്. മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ. മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപരായിരുന്നത്
KP കേശവമേനോൻ. KP കേശവമേനോനായിരുന്നു മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആയിരുന്നത്. ലണ്ടനിൽ നിയമബിരുദം നേടിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. ലണ്ടനിൽ നിയമബിരുദം നേടിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് KP കേശവമേനോൻ. KP കേശവമേനോനാണ് ലണ്ടനിൽ നിയമബിരുദം നേടിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. എൻ്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചത്. എൻ്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചത് വക്കം മൗലവി. വക്കം മൗലവിയുടെ വാക്കുകളാണ് എൻ്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ. തൃശ്ശൂരിലാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം. ഏത് പത്രത്തിലാണ് ഡോക്ടർ പൽപ്പു തിരുവിതാംകോട്ട തീയൻ എന്ന ലേഖനം എഴുതിയത്? ഏത് പത്രത്തിലായിരുന്നു ഡോക്ടർ പൽപ്പു തിരുവിതാംകൂർ കോട്ട തീയൻ എന്ന ലേഖനം എഴുതിയത്? മദ്രാസ് സ്റ്റാൻഡേർഡ്. മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന പത്രത്തിലായിരുന്നു ഡോക്ടർ പൽപ്പു തിരുവിതാംകൂർ കോട്ട തീയൻ എന്ന ലേഖനം എഴുതിയത്. വയലാർ ഗർജിക്കുന്നു എന്ന പദ്യം രചിച്ചത്. വയലാർ ഗർജിക്കുന്നു എന്ന പദ്യം രചിച്ചത് P. ഭാസ്കരൻ. P. ഭാസ്കരൻ്റെ രചനയാണ് വയലാർ ഗർജിക്കുന്നു എന്ന പദ്യം. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയനാണ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ. കുടുംബശ്രീ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? കുടുംബശ്രീ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു? 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു കുടുംബശ്രീ ആരംഭിച്ചത്. മുളകിൻ്റെ എരിവിന് കാരണമായ രാസവസ്തു. മുളകിൻ്റെ എരിവിന് കാരണമായ രാസവസ്തു ക്യാപ്സൈസിൻ. ക്യാപ്സൈസിൻ എന്ന രാസവസ്തുവാണ് മുളകിൻ്റെ എരിവിന് കാരണമാകുന്ന രാസവസ്തു. കാനീസ് ഫെമിലിയാരിസ് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? കാനീസ് ഫെമിലിയാരിസ് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? നായ. നായയുടെ ശാസ്ത്രീയ നാമമാണ് കാനീസ് ഫെമിലിയാരിസ് എന്നത്. വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓഡോമീറ്റർ. ഓഡോമീറ്ററാണ് വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദി പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാർ നദിയിലാണ്. ഭൂമിയുടെ പലായന പ്രവേഗം. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഭൂമിയുടെ പലായന പ്രവേഗം. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത. അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിതയാണ് KC ഏലമ്മ. KC ഏലമ്മയാണ് അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത. ലെൻസ്, പ്രിസം, ഇലക്ട്രിക് ബൾബ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. ലെൻസ്, പ്രിസം, ഇലക്ട്രിക് ബൾബ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിൻറ്റ് ഗ്ലാസ്. ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ് ലെൻസ്, പ്രിസം, ഇലക്ട്രിക് ബൾബ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റ്. അയൺ പൈറൈറ്റ് ആണ് വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത്. കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. ആറാട്ടുപുഴ വേലായുധപ്പണിക്കറായിരുന്നു കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. വായ്പുണ്ണിന് കാരണമാകുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവാണ്? വായ്പുണ്ണിന് കാരണമാകുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ്? വൈറ്റമിൻ ബി. വൈറ്റമിൻ ബിയുടെ കുറവാണ് വായ്പുണ്ണിന് കാരണമാകുന്നത്. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത്.
സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത്? ഗ്ലാസ് ആണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത്. ജനനം മുതൽ മരണം വരെ ഒരേ വലിപ്പമുള്ള ശരീരഭാഗം. ജനനം മുതൽ മരണം വരെ ഒരേ വലിപ്പമുള്ള ശരീരഭാഗം കണ്ണിലെ ഐറിസ്. കണ്ണിലെ ഐറിസ് ആണ് ജനനം മുതൽ മരണം വരെ ഒരേ വലിപ്പമുള്ള ശരീരഭാഗം. ബ്ലാക്ക് ബോർഡിൽ എഴുതുവാൻ ഉപയോഗിക്കുന്ന ചോക്കിൻ്റെ രാസനാമം. ബ്ലാക്ക് ബോർഡിൽ എഴുതുവാൻ ഉപയോഗിക്കുന്ന ചോക്കിൻ്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്. ബ്ലാക്ക് ബോർഡിൽ എഴുതുവാൻ ഉപയോഗിക്കുന്ന ചോക്കിൻ്റെ രാസനാമമാണ് കാൽസ്യം കാർബണേറ്റ്. പുതിയ 10 രൂപ നോട്ടിൻ്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം. പുതിയ 10 രൂപ നോട്ടിൻ്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം കൊണാർക്ക് സൂര്യക്ഷേത്രം. കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് പുതിയ 10 രൂപ നോട്ടിൻ്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം. പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത്. പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകൾ. തന്മാത്രകളാണ് പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. ബാരോമീറ്ററാണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്. നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് പഞ്ചായത്ത്. നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് പീലിക്കോട് പഞ്ചായത്ത്. മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ബലം. മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ബലം പേശീബലം. മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലമാണ് പേശീബലം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന പേരിൽ വിശേഷിപ്പിച്ച കവി. DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടെത്തിയത് ആര്? DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടെത്തിയത് അലക് ജെഫ്രീസ്. അലക് ജെഫ്രീസ് ആയിരുന്നു DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടെത്തിയത്. സസ്യങ്ങളിൽ ഇല, ഫലം എന്നിവ പൊഴിയാൻ കാരണമാകുന്ന ആസിഡ്. സസ്യങ്ങളിൽ ഇല, ഫലം എന്നിവ പൊഴിയാൻ കാരണമാകുന്ന ആസിഡ് അബ്സിസിക് ആസിഡ്. അബ്സിസിക് ആസിഡാണ് സസ്യങ്ങളിൽ ഇല, ഫലം എന്നിവ പൊഴിയുവാൻ കാരണമാകുന്ന ആസിഡ്. തെലുഗു സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനത്തിനു വേണ്ടി നിരാഹാര സമരം അനുഷ്ഠിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. തെലുഗു സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനത്തിനു വേണ്ടി നിരാഹാര സമരം അനുഷ്ഠിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ശ്രീരാമലു ആയിരുന്നു തെലുഗു സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനത്തിനു വേണ്ടി നിരാഹാര സമരം അനുഷ്ഠിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ശില. കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ശിലയാണ് കായാന്തരിത ശില. കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ശിലയാണ് കായാന്തരിത ശില. വൈദ്യുത പ്രവാഹം മൂലം ഒരു ലായനിക്കുണ്ടാകുന്ന രാസവിഘടനം. വൈദ്യുത പ്രവാഹം മൂലം ഒരു ലായനിക്കുണ്ടാകുന്ന രാസവിഘടനം വൈദ്യുത വിശ്ലേഷണം. വൈദ്യുത പ്രവാഹം മൂലം ഒരു ലായനിക്കുണ്ടാകുന്ന രാസവിഘടനമാണ് വൈദ്യുത വിശ്ലേഷണം. ദേശീയ നിയമദിനമായി ആചരിക്കുന്നത്. ദേശീയ നിയമദിനമായി ആചരിക്കുന്നത് നവംബർ 26. നവംബർ 26 ദേശീയ നിയമദിനമായി ആചരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടന. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടന. 2020 ഫെബ്രുവരിയിൽ ഇടമലക്കുടി സർക്കാർ ട്രൈബൽ LP സ്കൂളിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ നിഘണ്ടു. 2020 ഫെബ്രുവരിയിൽ ഇടമലക്കുടി സർക്കാർ ട്രൈബൽ LP സ്കൂളിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ നിഘണ്ടുവാണ് മലയാളം മുതുവാൻ ഭാഷാ നിഘണ്ടു. മലയാളം മുതുവാൻ ഭാഷാ നിഘണ്ടുവാണ് 2020 ഫെബ്രുവരിയിൽ ഇടമലക്കുടി സർക്കാർ ട്രൈബൽ LP സ്കൂളിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ നിഘണ്ടു. പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യ കൃതി. പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതിയാണ് പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ കൃതി. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയനാണ്
AR റഹ്മാൻ. AR റഹ്മാനാണ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര്. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി. നെല്ലിക്കാംപെട്ടി എന്നതായിരുന്നു തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര്. സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? കോൺകേവ് മിറർ. കോൺകേവ് മിററാണ് സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ. പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ്. പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് സെറാമിക് ഗ്ലാസ്. സെറാമിക് ഗ്ലാസ് ആണ് പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ്. മിനറൽ ഓയിൽ എന്നറിയപ്പെടുന്നത്. മിനറൽ ഓയിൽ എന്നറിയപ്പെടുന്നത് പെട്രോളിയം. പെട്രോളിയമാണ് മിനറൽ ഓയിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ. തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ സൈറ്റോകിനിൻ. സൈറ്റോകിനിൻ എന്ന ഹോർമോണാണ് തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് AB പോസിറ്റീവ് ഗ്രൂപ്പ്. AB പോസിറ്റീവ് ഗ്രൂപ്പാണ് സാർവിക സ്വീകർത്താവ് എന്ന പേരിൽ അറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകമാണ് ഹീലിയം. ഹീലിയമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ട വാതകം. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഇൻ്റർവ്യൂ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം. ഇൻ്റർവ്യൂ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം ആൻഡമാൻ ദ്വീപ് സമൂഹം. ആൻഡമാൻ ദ്വീപ് സമൂഹത്തിലാണ് ഇൻ്റർവ്യൂ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ. മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ. ഹോൺ മുഴക്കുന്ന ഒരു വാഹനം അടുത്തെത്തുമ്പോൾ ഹോൺ ശബ്ദത്തിൻ്റെ ഉച്ചത കൂടുന്നതായും കടന്നുപോയി കഴിയുമ്പോൾ ഉച്ചത കുറയുന്നതായും അനുഭവപ്പെടുന്നതിന് കാരണം. ഹോൺ മുഴക്കുന്ന ഒരു വാഹനം അടുത്തെത്തുമ്പോൾ ഹോൺ ശബ്ദത്തിൻ്റെ ഉച്ചത കൂടുന്നതായും കടന്നുപോയി കഴിയുമ്പോൾ ഉച്ചത കുറയുന്നതായും അനുഭവപ്പെടുന്നതിന് കാരണം ഡോപ്ലർ ഇഫക്റ്റ്. ഡോപ്ലർ ഇഫക്റ്റ് കാരണമാണ് ഹോൺ മുഴക്കുന്ന ഒരു വാഹനം അടുത്തെത്തുമ്പോൾ ഹോൺ ശബ്ദത്തിൻ്റെ ഉച്ചത കൂടുന്നതായും കടന്നുപോയി കഴിയുമ്പോൾ ഉച്ചത കുറയുന്നതായും അനുഭവപ്പെടുന്നതിന് കാരണം. മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്ക് എത്ര ശതമാനം സംവരണമാണ് അനുവദിച്ചിരിക്കുന്നത്? മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്ക് എത്ര ശതമാനം സംവരണമാണ് അനുവദിച്ചിരിക്കുന്നത്? 10%. മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണമാണ് അനുവദിച്ചിരിക്കുന്നത്. നാഫ്തലീൻ ഗുളികകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൽ നിന്നാണ്? നാഫ്തലീൻ ഗുളികകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൽ നിന്നാണ്? കോൾട്ടാർ. കോൾട്ടാറിൽ നിന്നുമാണ് നാഫ്തലീൻ ഗുളികകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ ബാഗ് ഫ്രീ സ്കൂൾ. സംസ്ഥാനത്തെ ആദ്യത്തെ ബാഗ് ഫ്രീ സ്കൂളാണ് തരിയോട് SALP സ്കൂൾ. വയനാട് ജില്ലയിലെ തരിയോട് SALP സ്കൂളാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ബാഗ് ഫ്രീ സ്കൂൾ. സംസ്ഥാനത്തെ ആദ്യ പട്ടികവർഗ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആരംഭിച്ചത്. സംസ്ഥാനത്തെ ആദ്യത്തെ പട്ടികവർഗ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആരംഭിച്ചത് പാലോട്. തിരുവനന്തപുരം ജില്ലയിലെ പാലോടാണ് സംസ്ഥാനത്തെ ആദ്യത്തെ പട്ടികവർഗ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആരംഭിച്ചത്. മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യവിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പ്. മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യവിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പാണ് യോദ്ധാവ്. മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യവിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പാണ് യോദ്ധാവ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാംഗമായ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അറിയപ്പെടുന്ന മറ്റൊരു പേര്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാംഗമായ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അറിയപ്പെടുന്ന മറ്റൊരു പേര് കോശാസ്ഥികൂടം. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാംഗമായ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കോശാസ്ഥികൂടം. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകമാണ് ടെക്നീഷ്യം.
ടെക്നീഷ്യമാണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം. എവറസ്റ്റ് കൊടുമുടി നേപ്പാളിൽ അറിയപ്പെടുന്നത്. എവറസ്റ്റ് കൊടുമുടി നേപ്പാളിൽ അറിയപ്പെടുന്ന പേര് സാഗർമാത. സാഗർമാത എന്ന പേരിലാണ് എവറസ്റ്റ് കൊടുമുടി നേപ്പാളിൽ അറിയപ്പെടുന്നത്. അരുണരക്താണുക്കളുടെ അനിയന്ത്രിതമായ വർധനവ് മൂലമുണ്ടാകുന്ന അസുഖം. അരുണരക്താണുക്കളുടെ അനിയന്ത്രിതമായ വർധനവ് മൂലമുണ്ടാകുന്ന അസുഖം പോളിസൈത്തീമിയ. പോളിസൈത്തീമിയ എന്ന അസുഖമാണ് അരുണരക്താണുക്കളുടെ അനിയന്ത്രിതമായ വർധനവ് മൂലമുണ്ടാകുന്ന അസുഖം. ബ്ലാക്ക് വാട്ടർ ഫീവർ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ബ്ലാക്ക് വാട്ടർ ഫീവർ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? മലേറിയ. മലേറിയയുമായി ബന്ധപ്പെട്ടതാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ. പ്രകാശത്തിൻ്റെ കണങ്ങൾ അറിയപ്പെടുന്നത്. പ്രകാശത്തിൻ്റെ കണങ്ങൾ അറിയപ്പെടുന്നത് ഫോട്ടോൺ. ഫോട്ടോൺ എന്നാണ് പ്രകാശത്തിൻ്റെ കണങ്ങൾ അറിയപ്പെടുന്നത്. സെറുസൈറ്റ് എന്തിൻ്റെ അയിരാണ്? സെറുസൈറ്റ് എന്തിൻ്റെ അയിരാണ്? ലെഡ്. ലെഡിൻ്റെ അയിരാണ് സെറുസൈറ്റ്. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് എവിടെയാണ്? അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിൽ. അസ്ഥിമജ്ജയിലാണ് അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത്. ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ. ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആയിരുന്നത് ശാന്ത സിൻഹ. ശാന്ത സിൻഹയായിരുന്നു ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര സുഗന്ധവിള ഗവേഷണം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കോഴിക്കോടാണ് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഐക്യ കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി. ഐക്യ കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി KR ഗൗരിയമ്മ. KR ഗൗരിയമ്മയായിരുന്നു ഐക്യ കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി. ഇന്ത്യയിലെ ഏത് തുറമുഖത്തെയാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖമെന്ന് പുനർനാമകരണം ചെയ്തത്? ഇന്ത്യയിലെ ഏത് തുറമുഖത്തെയാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖമെന്ന് പുനർനാമകരണം ചെയ്തത്? കൊൽക്കത്ത തുറമുഖം. കൊൽക്കത്ത തുറമുഖത്തെയാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖമെന്ന് പുനർനാമകരണം ചെയ്തത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.